ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷി നടിയിലല്ല, വിളവെടുപ്പല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു സംഭവം തന്നെ പറയാം, ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെന്നാണ്, ചെടികൾ ഇങ്ങനെ നട്ടിങ്ങ് പോന്നാൽ പോരല്ലോ, നട്ടിട്ട് അതിൻ്റെ പുറകെ നടന്നാൽ നമുക്ക് എന്തും കിട്ടുള്ളൂ. സൂര്യപ്രകാശം നല്ല മണ്ണുമായിട്ടൊന്നും കാര്യമില്ല, വളവും ചേർക്കണം. വളം ചേർത്താൽ മാത്രമേ ആ ചെടി നല്ല അടിപൊളിയായിട്ട് വളരുള്ളൂ, നമ്മൾ ആഗ്രഹിച്ച പോലെ വളരണമെങ്കിൽ. അപ്പോൾ വളം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്തവർക്ക് നമുക്ക് ചെടികൾ അങ്ങ് മുരടിച്ച് പോവുകയുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് അടിപൊളി വളം, ഏറ്റവും നല്ലൊരു വളം തന്നെ പറയാത്. എൻ്റെ ചെടികൾക്ക് ഞാനത് ഒഴിക്കുന്നത് അത് നമുക്ക് ഉണ്ടാക്കാം. ആ വളത്തിൻ്റെ വേറെയും പ്രത്യേകത ഉണ്ട്. ആ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുറ്റും പരിസരവും വൃത്തിയാവും. കാരണം മുളച്ചുണ്ടാകുന്ന പുല്ലില്ലേ, നമ്മളെ മുറ്റത്തൊക്കെ മുളക്കുന്ന, തോട്ടത്തിലൊക്കെ മുളച്ചുണ്ടാകുന്ന പുല്ല് കൊണ്ടാണ് ആ വളം ഉണ്ടാകുന്നത്. ആ വളം ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടതായിരുന്നു. അപ്പം അത് 2 ആഴ്ച കഴിഞ്ഞു, അത് വളമായി മാറിയിട്ടുണ്ട്. ആ വളം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും ആ വളം ഞാൻ എൻ്റെ ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കാണിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതെല്ലാം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. നവേരി ഞാനത് കാണിച്ചു തരാം, ആ വളം ഉണ്ടായ രീതികളൊക്കെ കേട്ടോ. നവേരി വളം ഞാൻ പുല്ല് മുഴുവനും, മുറ്റത്തുള്ള പുല്ലൊക്കെ മുളച്ചത് പറിച്ചിട്ടാണ് ഞാൻ വളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതൊരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചതാ. ഇതാ ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ കളർ നോക്ക്. പിന്നെ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ ത്യാഗം സഹിക്കണോ. ഇതിന് ഭയങ്കര സ്മെല്ല് എന്ന് പറഞ്ഞാൽ നോക്കി, ചാണകം കലക്കിയ പോലെ തന്നെ കേട്ടോ ഇതിൻ്റെ കളറായി വന്നത്. പിന്നെ സ്മെല്ല് കുറയാൻ വേണ്ടിയിട്ട് ഒരു വെല്ലട്ടിരുന്നു, വെല്ലട്ടെന്നൊക്കെ ഉണ്ട്. വെല്ലട്ടെങ്കിലും കൂടിയിട്ട് സ്മെല്ലുണ്ട്, നല്ല രൂക്ഷമായിട്ട് പുറത്തേക്കൊന്നും വരുന്നില്ല. അത് ചിലപ്പോൾ നമ്മൾ വെല്ലട്ടിട്ടായിരിക്കും. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞതാണ് ഇത്. ഈ നിറയെ പുല്ല് ഞാൻ പറിച്ച് ഇതിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് അത് പുല്ല് മൂടാൻ മാത്രം വെള്ളം ഒഴിച്ചു, നല്ല സാധാ വെള്ളം. അതിലേക്ക് വെല്ലം ഇട്ടു, ഒരു വെല്ലേ ഞാൻ ഇട്ടുള്ളൂ, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ തണലത്ത് കൊണ്ടുപോയിട്ട് മൂടി അങ്ങ് വെക്കുക, ബക്കറ്റ് അതുകൊണ്ടൊക്കെ മൂടി വെച്ചിട്ട് നമ്മൾ ദിവസേന ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇതങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാ ഈ വളത്തിൻ്റെ പ്രത്യേകത ആദ്യം തന്നെ പറയാം. ഇത് നൈട്രജൻ സമൃദ്ധ. നൈട്രജൻ എന്തിനാണ് ചെടികൾക്ക് എന്ന് അറിയാത്തവരുണ്ടാവും. നൈട്രജൻ ഇങ്ങനെ കേൾക്കുന്നതെല്ലാം ഉണ്ടാവുള്ളൂ. ഈ നൈട്രജൻ സമൃദ്ധമായ വളം ചെടികൾക്ക് കൊടുത്താൽ ചെടികൾ നല്ല കരുത്തോടുകൂടി വളരും. ഇലകൾക്ക് നല്ല പച്ച കളറായിരിക്കും, പച്ചിപ്പ്. പിന്നെ കരുത്തോടുകൂടി വളരുന്ന ഒരു ചെടിയാണെങ്കിൽ രോഗാണുക്കളൊന്നും അങ്ങനെ അത്രയൊന്നും പെട്ടെന്ന് രോഗം പിടിക്കൂല. പിന്നെ ധാരാളം പൂക്കൾ, കായ്കൾ, ഫലം നന്നായിട്ടുണ്ടാവും. പിന്നെ അതിനൊക്കെ പുറമെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ 5 ചില്ലിക്കാശിൻ്റെ മുടക്കില്ലല്ലോ ഇതിന്. അപ്പോൾ ഇത് നമ്മൾ ഒരു റേഷ്യോ ഉണ്ട് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ. ഇങ്ങനെ ഒരു പാട്ട നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് വിചാരിച്ചിട്ട് ആക്രാന്തം പിടിച്ചിട്ട് ഒരു പാട്ട അപ്പാടങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂല. ഇത് ഒരു പാട്ട വെള്ളം നമ്മളെ ഈ ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ അതേ അളവിൽ 10 പാട്ട വെള്ളം നമ്മൾ ഒഴിക്കണം, അതായത് 1:10. ഇനി നമ്മൾ ഇതിൽ ചീമക്കൊന്ന, മുരിങ്ങയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വീര്യം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 1:15, ഒരു പാട്ടയ്ക്ക് 15 പാട്ട വെള്ളം ഒഴിക്കണം. അങ്ങനെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന വളം ഞാൻ ഒഴിക്കാൻ പോവാം കേട്ടോ. ഒരു പാട്ട എടുക്കുന്നുണ്ട്, ഇതാ ഇങ്ങനെ അങ്ങ് മുക്കിയെടുക്കുക. ഇത് നമ്മൾ മേലേക്കാകുന്ന നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്മെല്ലാണ്, ചീത്ത സ്മെല്ല്. ഇതിങ്ങനെ ഒഴിക്കുക. അപ്പം ഞാനിതിൽ ചീമക്കൊന്നി, മുരിങ്ങയിലൊക്കെ ഇട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിന് 15 പാട്ട വെള്ളം ഒഴിക്കണം. പറയുന്നത് ശ്രദ്ധിക്കണേ, അപ്പാട് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുക, ഇത് ചെടി കരിഞ്ഞു പോകും. ഇത് നൈട്രജൻ സമൃദ്ധ ലോകോത്തര വളത്തിൻ്റെ കൂട്ടത്തിൽ ഇത് നമ്പർ 1 ആണ് പോലും. ഒരുവിധ കർഷകരൊക്കെ ഈ വളം ഉപയോഗിക്കുന്നത്. ചില്ലിക്കാശ് മുടക്കില്ല, നമ്മളെ വീടും പരിസരവും വൃത്തിയാവും, ചെടികൾ നന്നായിട്ടുണ്ടാവുകയും ചെയ്യും. പിന്നെ എന്ത് വേണോ, ഞാൻ ഈ നേർപ്പിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഡൈലൂട്ട് ചെയ്യുന്നത് ഇത് പറയുകയാണെങ്കിൽ ചാണകവെള്ളം തന്നെ അല്ലേ, തന്നെ. അത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. 1 2 3
4 5 6 7 ഞാനൊരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. ഇതിലിപ്പോൾ 7 പ്രാവശ്യം ഞാൻ ഒഴിച്ചുള്ളൂ. ഇനിയും വേണം 7 പാട്ടാൽ ഒഴിക്കണം. ഇപ്പം ഞാൻ വലിയൊരു പാത്രം എടുക്കട്ടെ കേട്ടോ. 15 പാട്ട വെള്ളം ഒഴിച്ചിട്ടോ. അപ്പോൾ ഇതങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് ബാക്ടീരിയകളുടെ എണ്ണം, മണ്ണിലുള്ള ബാക്ടീരിയകൾ, ഉപകാരമുള്ള ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കും ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ലിക്വിഡ് അല്ലേ ഒഴിക്കുന്നത്, ഖരരൂപത്തിലല്ലല്ലോ. അപ്പം വേരുകൾക്ക് പെട്ടെന്ന് ഇങ്ങ് പിടിച്ചെടുക്കാനുള്ള പിടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾക്ക് ചാണകം കലക്കിയത് തന്നെ. ഇതിപ്പോൾ എന്താ സംഭവം, വെറും പുല്ല, നമ്മളെ മുറ്റത്തുള്ള പുല്ല് പറിച്ച്. ഇനി ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാണിച്ചു തരാം. എൻ്റെ ചെടികൾക്ക് ഇത് ഒഴിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നില്ല, പൂക്കൾ ഉണ്ടാവുന്നതും വിളവെടുപ്പും ഒക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നില്ലേ. എൻ്റെ വളം ഇതാണ്, ഒരു 5 പൈസ മുടക്കില്ല. ഇതാണ് ചീരച്ചേമ്പ്. ചീരച്ചേമ്പിൻ്റെ പ്രത്യേകത പറയേണ്ട ആവശ്യമല്ലല്ലോ. ഹൃദയാരോഗ്യം വർദ്ധിക്കാനും പിന്നെ ഷുഗർ, പ്രഷറൊക്കെ നിയന്ത്രിക്കാൻ എല്ലാത്തിനും ഫസ്റ്റാണ്. അതിനൊക്കെ പുറമേ ഇതിൻ്റെ തോര സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് ചീരച്ചേമ്പിനായിക്കോട്ടെ. ചീരച്ചേമ്പിൻ്റെ കളറ് നോക്ക്, ഞാൻ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടോ നോക്ക്. പച്ചിപ്പ്, ഈ വേനൽക്കാലത്താണ് ഈ പച്ചിപ്പ് കാണുന്നത്. ഒഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ, നമ്മൾ ഡ്രസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ മണം ഉണ്ടാവും എന്നുള്ളത്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതലൊന്നും വേണ്ട. നമുക്കൊരു പാട്ട എടുത്താൽ അത് തന്നെ മതി നമ്മളെ ചെടികൾക്കൊക്കെ. നമ്മളെന്താ ഇപ്പം വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും കൃഷി ചെയ്യുന്നവരല്ലല്ലോ. കുറച്ചല്ലേ ഉണ്ടാക്കും, ഒരു വീട്ടാൻ മാത്രമല്ലേ ഉണ്ടാക്കാനാവുള്ളൂ. എൻ്റെ അടുക്കളത്തോട്ടം തന്നെ പറയാം. ഞാൻ വെയിലുള്ള ഭാഗത്തേക്ക് വെച്ചതാണ്. അടുക്കളത്തോട്ടത്തിന് വെയിൽ വേണമല്ലോ എല്ലാത്തിനും. അപ്പം അതിന് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. പച്ചച്ചീര ഉണ്ട്, ചുവന്ന ചീര ഉണ്ട്, പച്ചമുളകുണ്ട്, കാബേജ് ഉണ്ട്, തക്കാളി ഉണ്ട്, എല്ലാം ഇതിലുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇത് കുറേ പ്രായമായവരല്ല കേട്ടോ, ഇതൊക്കെ പടുത്ത് നട്ടവരാ. അത് ആളായി വരുന്നേ ഉള്ളൂ. പിന്നെ പച്ചമുളക് കുറച്ച് മുമ്പേ നട്ടത്, അതിന് മൊത്തം പഴുത്തു പോയി, വിളവെടുക്കണം. എന്ത് രസമാണെന്നറിയാം ചുവന്ന ചീര നോക്ക്, എന്ത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുവന്ന ചീര. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കട്ട പിടിച്ചുണ്ടായാലുള്ള ബുദ്ധിമുട്ട് എന്താ അറിയോ, എന്താ പുഴുക്കൾ വന്നളിയും, കട്ട പിടിച്ച്. ഞാൻ ഇന്നലെ മരുന്നൊക്കെ അടിച്ച് നിർത്തിയതാ. നോക്കുമ്പോൾ പിന്നീട് തിന്നിട്ടൊന്നുമില്ല, അതാദ്യം തിന്നതാ. നോക്ക് ഇതിൻ്റെ ഭംഗിയൊക്കെ, ചുവന്ന ചീരൻ്റെ ഇത് നല്ലോണം നേർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട. ഇത് നൈട്രജൻ സമൃദ്ധ, ചെടികൾക്ക് വളരാൻ. ലിക്വിഡ് ആയതുകൊണ്ട് വേഗം പിടിച്ചെടുത്തോളൂ. വേരുകളാണല്ലോ ജലവും ലവണങ്ങളും ഒക്കെ ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്, തണ്ടിന്, ഇലകൾക്കും ഒക്കെ. അപ്പം അതിൻ്റെ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. ഇനി എൻ്റെ കാബേജ് കാണിച്ചു തരാം. കാബേജ് ഇത് കണ്ടോ, കാബേജ് ഉണ്ട്. എൻ്റെ കാബേജ് എല്ലാം ഒരേ പ്രായക്കാരല്ല, അതും പറഞ്ഞറിയാൻ. ഒരു കാബേജ് ഇങ്ങ് വിളവെടുക്കും ഞാൻ. അപ്പോൾ ഈ കുറ്റി അട വെക്കും. അപ്പോൾ കുറ്റിമേൽ നിറയെ തൈ വരും 2 ആഴ്ച കഴിഞ്ഞാൽ. അത് കൊണ്ടുപോയി നടും. അങ്ങനെ നട്ടത് അതൊക്കെ കേട്ടോ. നോക്ക്, ഓരോ പ്രായക്കാരല്ല. നോക്ക്, ഇത് കണ്ടോ, ഇത് വിളവെടുക്കാനായി, ഇതാവുന്നേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. എന്താണെന്നറിയോ, നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. കണ്ടമാനം ഒഴിച്ചിട്ട് കാര്യമല്ല, ഒലിച്ച് പോവുകയുള്ളൂ. അപ്പം നമ്മൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. ഇത് ഇനി നമുക്ക് പൂക്കൾക്ക് ഒഴിക്കാം. ഇനിയാ പൂവിട്ട് കണ്ടോ, എന്നോട് എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എന്താ അങ്ങനെ പൂവുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ നൈട്രജൻ സമൃദ്ധം ആയ ഈ ഒരു അത്ഭുത വളം ചേർക്കുന്നത് കൊണ്ടാണ്. അത് ലിക്വിഡാണ്. ലിക്വിഡാകുമ്പോൾ വേഗം പിടിച്ചെടുക്കുമല്ലോ. പിന്നെ നമുക്ക് വളമൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഉണങ്ങിയ പൂക്കൾ, ഇലകളൊക്കെ നമ്മൾ മാറ്റണം. എന്നാൽ ചെടിക്ക് കാണാനൊരു മൊഞ്ചുവാണ്. പിന്നെ നന്നായിട്ട് ശിഖരങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടാവണമല്ലോ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ. പിന്നെ മുട്ടൊക്കെ ഉണ്ടാവണമെങ്കിൽ അങ്ങ് വൃത്തിയാക്കി കൊടുക്കണം. അത് ആ കൂട്ടത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ചുവന്നച്ചീര എവിടെ നട്ട് നോക്ക്. നമ്മൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന കുപ്പികളില്ലേ, ആ കുപ്പി
ഇങ്ങനെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് പോട്ടി മിക്സ് നിറച്ച് നട്ടതാ. ഇതിപ്പോൾ നട്ടിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. വളർച്ച നോക്ക്, റോക്കറ്റ് സ്പീഡ് തന്നെ. എൻ്റെ റോക്കറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കും. ഇത് റോക്കറ്റ് സ്പീഡിൽ വളർന്നു, കണ്ടില്ലേ? ഒരു കേടുമില്ല, ഒരു കുത്തില്ല, പുൽക്കേടില്ല, ഒന്നുമില്ല. അടിപൊളി. ഇനി ഞാൻ കുറേ നടാൻ പോകും അങ്ങനത്തെ. കുറ്റിക്കുരുമുളക് ഉണ്ടായേ നോക്ക്. കുറ്റിക്കുരുമുളക് ഇതാ തൂങ്ങി നിൽക്കുന്നുണ്ട്. അതൊക്കെ കുറ്റിമുളകാ, കണ്ടോ? ഇതാ ഇവിടെ ഇതൊക്കെ മുളക് പഴുത്ത് പറിക്കാനായി. അതിൻ്റെ സീക്രട്ടായി ഇത്. അതിൻ്റെ മുളകൊക്കെ കണ്ടമാനം മുളക് നട്ടുമ്പോൾ നമ്മൾക്ക് വിളവെടുക്കാൻ താമസിച്ചു പോകും. അങ്ങനെ അത് മൂപ്പെത്തി ഞാൻ വിചാരിച്ച് പഴുക്കട്ടെ. അങ്ങനെയാണ് അത് അങ്ങനെ വന്നത്. ഇതാ കുറ്റിക്കുരുമുളക് എത്രയാ ഒരു ഇതിലുള്ളത്. ഇതാ പച്ചമുളക് ഉണ്ടായി കാണണോ? പച്ചമുളകൊക്കെ കണ്ടീരേ, എല്ലാം നല്ല ഉഷാറിലുണ്ടായി. ഇതൊക്കെ പഴുത്ത് പോയി. ഇനിയിപ്പോൾ നോക്കിയിട്ട് കരയിലൊക്കെ വിളവെടുക്കണം. നമ്മൾ പഴുത്ത ചെടിമ വെക്കരുത് കേട്ടോ. ചെടിക്ക് തന്നെ ദോശ, അധികം കായ പിന്നെ നമുക്ക് കിട്ടൂല. തക്കാളിയൊക്കെ കായ്ക്കാൻ തുടങ്ങി. തക്കാളീൻ്റെ അടിയത്തൊക്കെ ഞാൻ മാറ്റിയതായിരുന്നു. പിന്നെ എൻ്റെ ഇത് കണ്ടോ, നിത്യവഴുതന കായ്ച്ചത്. ഇതൊക്കെ നിത്യവഴുതന പൂവിട്ട് കായ കാണിച്ചു തരാം. ഇതൊക്കെ നിറയെ പൂവാ. അതൊക്കെ നിറച്ചുണ്ട് കായ്. ഇവിടെ കായ് ഇതാട്ടോ. ഇതിലൊക്കെ കണ്ടോ കായ് ഉണ്ടായത്? 1 2 ഇതൊക്കെ കായ് ഉണ്ടായി. ഇതൊക്കെ മൂപ്പത്താത്ത അതിലൊക്കെ ഉണ്ട്. നല്ലോണം കായ്ക്കും ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ. നമ്മളിപ്പം വീട്ടിൽ ആണുങ്ങൾ പണിയെടുത്തിട്ട് പിന്നെ അടുക്കളയിലുള്ള അരി സാധനങ്ങളൊക്കെ കൊണ്ടുവരട്ടെ, ഡ്രസ്സ് മരുന്നൊക്കെ. പെണ്ണുങ്ങൾ എന്താക്കുക, ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ചേർത്ത് ചെടി ഉണ്ടാക്കിയിട്ട് നന്നായി പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് ആണുങ്ങൾ കാണിച്ചു കൊടുക്കുക. അവർക്ക് ഹാപ്പിയാവും. കാരണം ഇതിലൊന്നും 5 പൈസ മുടക്കില്ലല്ലോ. അവരെ നമ്മൾ ഞെട്ടിക്കണം. ഇതൊക്കെ ഞാൻ ഇപ്പം അടുത്ത് നട്ടതാ. ഇതെന്താ അറിയോ? ഇത് ക്യാരറ്റാ. ക്യാരറ്റ് വെർട്ടിക്കൽ രീതിയിൽ നട്ടതാ. നമ്മുടെ ഇക്കാലത്തില്ലേ, ഇക്കാലത്ത് ആണും പെണ്ണും പണിയെടുത്താലേ നമുക്ക് ജീവിക്കാനാവുള്ളൂ. അപ്പോൾ ഒരാൾ അധ്വാനിക്കാൻ പോവുക, മറ്റേ ആൾ അങ്ങനെ ആസ്വദിച്ച് ജീവിച്ചാൽ മുന്നോട്ട് പോവില്ല. ഹാപ്പി ആയിട്ട് ജീവിതം പോകണമെങ്കിൽ ഭാര്യ ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളൊക്കെ നിറയെ പറിച്ച് കാണിച്ച് ഇങ്ങനെ മുറത്തിൽ നിറച്ച് കാണിച്ചു കൊടുക്കുക. അന്നേരം തന്നെ ജീവിതം തന്നെ നല്ല ഹാപ്പി ആയിരിക്കും. അത് കാണുമ്പോൾ എൻ്റെ പച്ചമുളക് രണ്ടാമത് നന്നായി വരിക കേട്ടോ. അത് ഞാൻ മരുന്നടിച്ചതിന് ശേഷം ഒക്കെ പോയിരുന്നു. ഇപ്പം നിറയെ പൂവിടുന്നുണ്ട്. ഇതെൻ്റെ വെർട്ടിക്കൽ കാബേജ് നട്ടിട്ടേ ഉള്ളൂ. അത് ഒന്നും ഏടി എത്തിയില്ല. കുറച്ച് വാടിയ പോലെ ഉള്ളത് നട്ടുച്ചായിട്ട. ഇവിടെ തണൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നത്. നമ്മളൊരു ചാക്കിൽ ഇങ്ങനെ 4 കാബേജ് ഉഷാറായിട്ട് ഇനി ഉണ്ടാവും. തക്കാളി കൊട്ടയിൽ കണ്ടോ, ഈ കൊട്ടയിൽ ചുറ്റും ഞാൻ പൊന്നാങ്കണ്ടി നട്ട്. ഇത് ഞാൻ പച്ചമുളകും നട്ട്. പച്ചമുളക് ഇടയ്ക്കൊരു രോഗമൊക്കെ വന്ന് മാറി. തളിര് നല്ലോണം ഉണ്ടായി, എല്ലായിടത്തും തളിരുണ്ടായി. ഒക്കെ തളിര് അവിടെ ഒക്കെ. ഇവിടെ നടുക്ക് എന്താക്കിയെന്നറിയോ, കുപ്പിയിൽ പച്ചക്കറി വേസ്റ്റ് നിറച്ച് അങ്ങിട്ട് കൊടുത്ത്. പച്ചക്കറി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ എല്ലാം ഇട്ടിട്ട് അങ്ങനെ നേരിയതായിട്ട് ഇറങ്ങിയിട്ട് അല്ല അടിപൊളിയായിട്ട് ഉണ്ടായിക്കോളും. അങ്ങനെ ചെയ്ത് വെക്കണ്ടിട്ടോ, ഞങ്ങൾ വലിച്ചെറിയണ്ട. ഡെയ്സിയ ഒരു ഭാഗത്ത് ഡെയ്സി പൂവിടുന്ന്, വേറൊരു ഭാഗത്ത് ഡെയ്സി പൂവിട്ട് സമയം കഴിഞ്ഞ് കരിയുന്നു. ആ കരിഞ്ഞൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കണം. വൈഷ്ണവി എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഡെയ്സി എന്താ കാണിക്കാതെ? ഇതാ ഡെയ്സി ഇതാട്ടോ. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞത്, അതൊക്കെ വെട്ടിക്കൊടുക്കണം. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടല്ലോ. നൈട്രജൻ സമൃദ്ധമായ ഏറ്റവും വളത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വളം ഇത് കേട്ടോ. അതും ചില്ലിക്കാശ് മുടക്കാത്ത. നമ്മളെ മുറ്റത്തുള്ള പുല്ലിങ്ങനെ പറിച്ച് വെള്ളത്തിലങ്ങ് ഇട്ടിച്ചാൽ മതി. മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ നല്ല ചാണക വെള്ളം പോലെ തന്നെ അതുണ്ട്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് കണ്ടുണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എൻ്റേത് ഞാൻ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നവരുണ്ടല്ലോ. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്, കരിയില ഇടുന്നത് എല്ലാം വിജയിച്ചു എന്ന് പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പോൾ അവരെ മുമ്പിലാണ് ഞാനിത് കാണിക്കുന്നത്. നിങ്ങളിത് ചെയ്യണം കേട്ടോ, ഒറ്റ പൈസ മുടക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.